ഇന്ന് രാവിലെ ചായക്ക് വെള്ളയപ്പമായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ അടുപ്പിച്ചടുപ്പിച്ച് വെള്ളയപ്പം തന്നെ ഉണ്ടാക്കാറ്. കാരണം ഇത്രയും നാൾ വെള്ളയപ്പം ഉണ്ടാക്കുന്ന ഈ ഒരു പാത്രമില്ലായിട്ട് സംഭവമേ ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല. അപ്പം അമ്മ ഇത് കൊണ്ടുപോകുന്നതിനെ കൊണ്ട് ഇപ്പം അധിക ദിവസം വെള്ളയപ്പം തന്നെയാണ് കേട്ടോ. ഇനി ഇത് മടുക്കുമ്പോൾ ഇനി വേറെ എന്തെങ്കിലും ആക്കണം. വെള്ളയപ്പവും ഗ്രീൻ പീസിൻ്റെ കറി ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഈ ഒരു ഡോറൊക്കെ തുറന്നു കേട്ടോ. ഇന്നലെ ഈ ഡോറൊന്നും തുറക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല മഴയായിരുന്നു. ചെടിച്ചട്ടിയിലുള്ള മണ്ണൊക്കെ നിലത്തേക്ക് തൂവിയിട്ട് അപ്പാടെ ചെളിവിളിയായി കിടക്കൽ തന്നെയാണ് ഇപ്പം. ഇത്രയും നാൾ ചെടിയൊന്നും ഇല്ലാത്തവരെ കൊണ്ട് അവിടെ അങ്ങനെ ചെളിയൊന്നും ഉണ്ടാവാറില്ലായിരുന്നു. അപ്പോൾ മഴത്തുള്ളി ഇങ്ങനെ വെക്കുമ്പം ഈ ഒരു ചട്ടിയിലെ മണ്ണൊക്കെ പുറത്തേക്ക് വരും. ഇന്നലെ ഞാൻ 2-3 ബക്കറ്റ് വെള്ളം ഇവിടെ കൊണ്ടുവന്ന് ഒഴിച്ചതാണ്. ഇവിടെ കൊണ്ടുവന്ന് ഡയറക്റ്റായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ താഴത്തേക്കാണ് വെള്ളം പോവുക. അപ്പോൾ ചിലപ്പം ആരുടെയും തലയിലോ അങ്ങനെയൊക്കെ ആയി പോവും. അങ്ങനെ ഏട്ടനും നെച്ചും എല്ലാവരും പോയപ്പോൾ ഞാൻ പിന്നെ ഒറ്റയ്ക്കായി. ഇപ്പോൾ ഞാൻ ചായ കുടിക്കുകയാണ്. വെള്ളയപ്പം ഗ്രീൻ പീസിൻ്റെ കറിയാണ് കേട്ടോ. പിന്നെ ചോറും കറികളും ഒക്കെ ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഇത് ഏട്ടന് താഴെ ചോറും കൊടുക്കണം. പിന്നെ അതുവഴി നച്ചുവിനെ വിളിക്കാനും വേണ്ടി പോകണം. അപ്പം ഞാൻ ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇന്നലെ ഈ ഒരു മാറ്റ് അലക്കി വെച്ചത് ഓർമ്മ വന്നത്. കുറച്ച് ചെറിയ രീതിയിൽ വെയിലൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് വെയിലത്തിടാന്ന്. മാറ്റ് ഇപ്പം കുറവാണ്. എല്ലാ മാറ്റ് മൊത്തം കീറിപ്പോയി. അപ്പം അതൊന്ന് വേഗം ഉണക്കിയെടുക്കണം. അപ്പം ഞാനത് വെയിലത്തിട്ടു. ടെറസിലൊന്നും ഇപ്പോൾ ധൈര്യത്തോടെ നടക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഊരി അങ്ങ് പോകുന്നുണ്ട്. എല്ലാവരുടെയും വെള്ളവും ഒക്കെ തന്നെയാണ്. അങ്ങനെ ഇപ്പം സമയം 11:20 ആയിട്ടുണ്ട്. ഇനിയിപ്പം താഴെ ചോറും കൊടുത്ത് നച്ചുവിനെ വിളിച്ചിട്ട് വരണം. കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യണം. നമ്മൾ സ്കൂളിൻ്റെ ഉള്ളിലേക്ക് അവർ കടത്തത്തില്ല. പുറത്ത് ഗേറ്റിൻ്റെ പുറത്ത് നമ്മൾ ഇരിക്കുകയാണ് ചെയ്യുക. ടീച്ചർ വരിവരിയായിട്ട് ഓരോരോ കുട്ടികളെ കൊണ്ടുവരും. അവിടുന്ന് ടീച്ചർ നമ്മുടെ കയ്യിലേക്ക് പിടിപ്പിച്ച് തരുമെന്നാൽ മാത്രമാണ് അവർ വിടത്തുള്ളൂ, ഇല്ലെങ്കിൽ വിടത്തില്ല. അങ്ങനെ ഞാനിതാ താഴെ എത്തിയിട്ടുണ്ട്. ബസ് നോക്കുമ്പോൾ അവിടെ കിടപ്പുണ്ട്. പക്ഷേ എങ്കിൽ ഡ്രൈവർ ഇല്ല. അപ്പോൾ ഞാൻ സെക്യൂരിറ്റീൻ്റെ അവിടെ ചോറും വെച്ച് നച്ചൂട്ടീനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ചെന്നപ്പം ടീച്ചർ ക്ലാസ്സിലേക്ക് വിളിച്ചു. അവിടെ നിന്നൊരു ബാഗൊക്കെ തന്നു.